കീം 2020 ഇൻ്റഗ്രൽസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇത് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ 3x² ഇൻറ്റു x³ പ്ലസ് 1 ഓൾ റേസ് ടു 10 dx. ഇതിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ x³ പ്ലസ് 1 ഓൾ റേസ് ടു 11/11 പ്ലസ് സി. ഓപ്ഷൻ ബി x³ പ്ലസ് 1 ഓൾ റേസ് ടു 9/9 പ്ലസ് സി. Option C x³ plus 1 all raised to 11/33 plus C. Option D x³ plus 1 all raised to 11/11 plus x³ plus C. And option E x³ plus 1 all raised to 11/10 plus C. അപ്പോൾ ഇൻ്റഗ്രൽ ഇത് നമ്മൾ ചെയ്യുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇൻ്റഗ്രൽ ഓഫ് 3x² ഇൻറ്റു x റേസ് ടു 3 പ്ലസ് 1 ഓൾ റേസ് ടു 10 dx ആണ്. ഇതിൽ x റേസ് ടു 3 പ്ലസ് 1 എന്നുള്ളതിന് നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. അതായത് x³ പ്ലസ് 1ന് ഞാനൊരു t എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ എന്ത് വരും? x³ ഡെറിവേറ്റീവ് എന്താണ്? 3x² dx. 1ൻ്റെ ഡെറിവേറ്റീവ് 0, കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 0 വരും. ഈ ടിയുടെ ഡെറിവേറ്റീവ് dt. ഓക്കെ, അപ്പോൾ ഈ 3x² dx നമ്മുടെ ഗിവൺ ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ അതിന് പകരം എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? dt എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും? 3x² dxന് പകരം എന്ത് കൊടുക്കണം? dt കൊടുക്കണം. അതുപോലെ തന്നെ x³ പ്ലസ് 1 ഓൾ റേസ് ടു 10 എന്നുള്ളതിന് എന്ത് കൊടുക്കണം? t റേസ് ടു 10. നമുക്കറിയാലോ ഇൻ്റഗ്രൽ ഓഫ് x റേസ് ടു n dx എന്ന് പറഞ്ഞാൽ എന്താണ്? x റേസ് ടു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n പ്ലസ് 1 ആണ് അല്ലേ? അത് ഉപയോഗിച്ചിട്ട് ഇൻ്റഗ്രൽ ഓഫ് t റേസ് ടു 10 dt എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇൻ്റഗ്രൽ ഓഫ് t റേസ് ടു 10 dt എന്ന് t റേസ് ടു 11 ഡിവൈഡഡ് ബൈ 11 പ്ലസ് c എന്ന് വരും. ഇനി ആ tക്ക് പകരം എന്ത് കൊടുക്കും? നമ്മൾ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷനായ x³ പ്ലസ് 1 തിരിച്ചു കൊടുക്കുക. അതായത് x³ പ്ലസ് 1 ഓൾ റേസ് ടു 11 ഡിവൈഡഡ് ബൈ 11 പ്ലസ് c എന്ന് വരും ലാസ്റ്റ് ആൻസർ. നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ നോക്കിയേ, x³ പ്ലസ് 1 ഓൾ റേസ് ടു 11/11 പ്ലസ് സി. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ 1/x² മൈനസ് 25 dx. ഓപ്ഷൻസ് log mod x മൈനസ് 5/x പ്ലസ് 5 പ്ലസ് സി, log mod x പ്ലസ് 5/x മൈനസ് 5 പ്ലസ് സി, 1/5 log mod x മൈനസ് 5/x പ്ലസ് 5 പ്ലസ് സി, 1/10 log mod x minus 5/x plus 5 plus c, 1/5 log mod x plus 5/x minus 5 plus c. ഇങ്ങനെ 5 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കിയാൽ ഇൻ്റഗ്രൽ ഓഫ് 1/x² മൈനസ് a² ഫോമിലല്ലേ വന്നേക്കുന്നത്? ഇൻ്റഗ്രൽ ഓഫ് 1/x² മൈനസ് a² dx. എന്താണത്? ഇതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ നമ്മൾ പഠിച്ചാണല്ലോ. എന്താണ് ഇൻ്റഗ്രൽ? 1/x² മൈനസ് a² dx ഈക്വൽ ടു 1/2a log mod x മൈനസ് എ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എ പ്ലസ് സി. ഇതല്ലേ നമ്മുടെ a² സ്ഥാനത്ത് എന്താ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ? 25 ആണ്. അപ്പോൾ എ എന്തായിരിക്കും? a² 25 ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ എ എന്താണ്? 5 അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് നമ്മുടെ ആൻസർ വരിക? സോ ഇൻ്റഗ്രൽ ഓഫ് 1/x² മൈനസ് 25 dx ഈക്വൽ ടു 1/2 ഇൻറ്റു എയുടെ പ്ലേസിൽ 5 log mod x minus 5 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 5 പ്ലസ് സി. അതായത് 1/5 ഇൻറ്റു 2 10, 1/10 log mod x മൈനസ് 5 ബൈ എക്സ് പ്ലസ് 5 പ്ലസ് സി. ഇതാണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ഏതാണ്? 1/10 log mod x മൈനസ് 5 ബൈ എക്സ് പ്ലസ് 5 സി. അതായത് ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതുപോലുള്ള കീം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സീരീസ് തുടരുന്നതായിരിക്കും. അതുപോലെ തന്നെ ജെയുടെ ക്വസ്റ്റ്യൻസും നമ്മൾ വരുന്ന വീഡിയോസിലുണ്ടായിരിക്കും. അപ്പം നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്